ഹായ് പ്രിയ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ നാട്ടിൽ കണ്ണൂരാണ്. കണ്ണൂർ എവിടെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ കണ്ണൂർ കളക്ടറേറ്റ് ഗ്രൗണ്ടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെയാണ് സംഭവം ഉള്ളത്. എന്താണെന്നല്ലേ, വില കുറവിൻ്റെ ഒരു വിപ്ലവ മേള, അങ്ങനെയാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിന്ന് നിങ്ങളെ ഇതിൻ്റെ ഉള്ളിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്. ഇതിൻ്റെ സത്യസന്ധമായ ഒരു റിവ്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. വില കുറവിൻ്റെ വിപ്ലവ മേള എന്ന് പറയുമ്പോഴൊക്കെ തന്നെ ആൾക്കാരിങ്ങനെ അടിച്ചു കയറും. ഇതിനുള്ളിൽ എന്താണ് ഉള്ളത് എന്ന് നിങ്ങൾ പോകാതെ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ്. അപ്പോൾ ഇതിൽ വില കുറവ് എന്ന് ഉദ്ദേശിക്കുന്നത് 19 രൂപ മുതൽ 10 രൂപ മുതൽ അങ്ങോട്ട് പല സാധനങ്ങളും ഉണ്ട്. സംഭവം റംസാൻ സ്പെഷ്യലാണെന്നാണ് തോന്നുന്നത്. വസ്ത്രങ്ങളാണ് കൂടുതലായിട്ട് ഇവിടെ കാണുന്നത്. വസ്ത്രങ്ങളുടെ പരസ്യമാണ് ഇവിടെയൊക്കെ കാണുന്നുണ്ട്. പല റേറ്റിലുള്ളതാണ് നമ്മളിങ്ങനെ കാണുന്നത്. അതിൻ്റെ ഇങ്ങനെ പരസ്യം ഇങ്ങനെ വെച്ചിട്ട് കാണുന്നുണ്ട്. പരസ്യം കണ്ടാൽ തന്നെ ആൾക്കാരിങ്ങനെ അടിച്ചങ്ങ് കയറും. അപ്പോൾ അതിനു മുന്നേ ഞാനൊന്ന് നിങ്ങൾക്ക് സത്യസന്ധമായിട്ടുള്ള ഒരു റിവ്യൂ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കണ്ടാലേ നിങ്ങൾക്ക് സംഭവം എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ ഇതിനുള്ളിൽ കയറിയാൽ എങ്ങനെയാണ് ഇതേ റേറ്റിന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ടോ, എന്തൊക്കെയാണ് ഇതിൻ്റെ സംഭവങ്ങൾ, എന്തൊക്കെയാണ് ഉള്ളത്. വസ്ത്രങ്ങളും പിന്നെ പ്ലാസ്റ്റിക് ഐറ്റംസും ഉണ്ട്, ഫാൻസി ഐറ്റംസ് ഉണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇപ്പോൾ സംഭവം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതിനുള്ളിലേക്കാണ് നിങ്ങൾ പോകാൻ പോകുന്നത്. ഇപ്പോൾ നോമ്പ് കാലമാണ്. അപ്പോൾ നോമ്പ് കാലിന് ഉമ്മമാരൊക്കെ ചാക്കെടുത്തിട്ടൊക്കെ വരും. അപ്പോൾ വില കുറവിൻ്റെ മേള എന്ന് പറയുമ്പോൾ ഇപ്പോൾ റമദാൻ നോമ്പാണ്. അപ്പോൾ നോമ്പിൻ്റെ സമയത്തൊക്കെ ഉമ്മമാർ ചാക്കൊക്കെ എടുത്തിട്ട് വരും. എന്താണെന്ന് വെച്ചാൽ വിലക്കുറവാണല്ലോ, വിലക്കുറവിൻ്റെ ഒരു മേള എന്ന് എഴുതി വെച്ചിട്ട് കാണുമ്പോൾ തന്നെ ഉമ്മമാർ ചാക്കൊക്കെ എടുത്തിട്ട് വരും. അപ്പം നോമ്പാണെന്നൊന്നും നോക്കില്ല. അപ്പോൾ എന്താണ് ഇതിനുള്ളിലുള്ളതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ട് എന്താ സംഭവം എന്ന് നമുക്ക് പരിചയപ്പെടാം. സംഭവം കണ്ടല്ലോ, ഞാൻ കാണിച്ചെന്നൊക്കെ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ വീഡിയോയിൽ കാണാൻ നല്ല രസമായിരിക്കും, ഇപ്പോൾ ഫോട്ടോയിൽ കാണാനും നല്ല രസമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഫുട്പാത്തിലൊക്കെ കാണുന്ന സാധനങ്ങളില്ലേ, വില കുറവുള്ള സാധനങ്ങളില്ലേ, അത് തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ പറ്റുന്നത്. അതിൻ്റെ അതേ റേറ്റ് തന്നെയാണ്, ചിലപ്പോൾ അതിനേക്കാൾ കൂടുതലുമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് സാധനം എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സാധനങ്ങൾ വില കുറവാണെന്ന് കാണുമ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യുക, അവിടുന്ന് ഒരു കൊട്ടയെടുത്ത് ആ വില നോക്കി വേണമെന്നതും വേണ്ടാത്തതും ഒക്കെ അങ്ങ് വാരി നിറക്കും. അവസാനം ബില്ല് വരുമ്പോൾ കണ്ണ് തള്ളും. അപ്പോൾ അതുണ്ടാകരുത്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഓരോ സാധനവും നിങ്ങൾ നോക്കുമ്പോൾ അതിൻ്റെ മുകളിൽ അതിൻ്റെ പരസ്യ ബോർഡ് നോക്കണ്ട, ഈ റേറ്റ് ചെയ്ത പരസ്യ ബോർഡ് നോക്കണ്ട. അതിലുള്ള റേറ്റ് നോക്കിയിട്ട് ഓരോ സാധനങ്ങൾക്കും ആ സാധനത്തിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ റേറ്റും നോക്കിയിട്ട് നിങ്ങൾ ഈ കൊട്ടയിലേക്ക് വാരിയിടുക. അല്ലാതെ നിങ്ങൾ എല്ലാ സാധനങ്ങളും വലിച്ചു വാരി നിങ്ങൾ കൊട്ടയിൽ ഇട്ടതിന് ശേഷം നിങ്ങൾ ബില്ലടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കണ്ണ് തള്ളിപ്പോവും. അപ്പോൾ അത് നിങ്ങൾ എന്തെന്നാലും തീർച്ചയായും ശ്രദ്ധിക്കണം. അപ്പം ഞാൻ പറഞ്ഞതായിട്ടല്ലോ, നിങ്ങൾ വിലക്കുറവിൻ്റെ മേള എന്ന് വെച്ചാൽ വലിയ വില കുറവ് എന്ന് പറഞ്ഞാൽ വില കുറഞ്ഞ സാധനങ്ങൾ തന്നെ. ആരും ഒരു ലാഭം ഇല്ലാതെ ഒരു കച്ചവടത്തിന് ഇറങ്ങില്ല എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക. അപ്പോൾ അത് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ സംഭവം കാണാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എടുക്കുക. അപ്പം വില കുറവിൻ്റെ മഹാമേള എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും വില കൂടിയ സാധനങ്ങൾ ഇവിടെ വില കുറച്ച് കൊടുക്കുകയാണെന്ന്. വില കുറഞ്ഞ സാധനങ്ങൾ തന്നെയാണ് ഇവിടെ
ആ വിലക്ക് കൊടുക്കുന്നത്. അല്ലാണ്ട് അപ്പം വില കൂടിയ സാധനം ഒരിക്കലും വില കുറച്ച് കൊടുക്കുന്നതല്ല. അപ്പോൾ തെറ്റിദ്ധരിക്കണ്ട. നമുക്കിപ്പോൾ ഡ്രസ്സുകളായാലും എന്തെന്നായാലും നല്ല സാധനങ്ങൾ കിട്ടും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഷോപ്പ് കട കാലിയാക്കൽ. ഇപ്പോൾ ഷോപ്പ് കാലിയാക്കൽ എന്ന് വെച്ചാൽ ചില പ്രശ്നങ്ങൾ കാരണം അവർ ഷോപ്പ് കാലിയാക്കുന്നുണ്ടാവും. അപ്പോൾ കാലിയാക്കാൻ വേണ്ടി ഈ വില കൂടുതലുള്ള സാധനങ്ങളൊക്കെ വില കുറച്ച് കൊടുക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് വിശ്വസിച്ച് വാങ്ങാം. ആ ബ്രാൻഡഡ് സാധനമായിരിക്കും. അല്ലാതെ ഇതൊരു സ്റ്റാള് കെട്ടിയിട്ട് വിൽക്കുന്നതാണ്. അപ്പം നിങ്ങൾ റമദാൻ മാസം അപ്പോൾ നിങ്ങൾ തള്ളിക്കയറി പോകേണ്ട ആവശ്യമില്ല. മെല്ലെ പതുക്കെ പോയാൽ മതി. അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും.